ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പീരീഡ്സ് റെഗുലർ ആവാതിരുന്നപ്പോൾ അങ്ങനെയുള്ള ഇത് വന്നപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് ചേച്ചിയാണ് ഇതുപോലെ വെറ്റി മേഡത്തെ പറ്റി പറഞ്ഞു. ആ ചേച്ചിക്ക് തന്നെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ വന്ന്. അത്രയും ഇത് അന്നേ മേഡത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വരുന്നേ. വെറ്റി മേഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ ഞാൻ പ്രഗ്നൻ്റ് ആയി. 3-ാം മാസം ആയപ്പോൾ ഇതുപോലെ സെർവിക്സിൻ്റെ പ്രശ്നമുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് പക്ഷേ എനിക്ക് ഇതിൻ്റെ കാര്യം എന്തായതെന്ന് അറിയത്തില്ലായിരുന്നു കാര്യം. പിന്നെ ഇവിടെ വന്ന് അഡ്മിറ്റായി കഴിഞ്ഞ ശേഷമാണ് എന്തുകൊണ്ടായി എല്ലാവരും ചോദിക്കുന്നു വീട്ടിൽ കിടന്നാൽ പോരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായത്. കാരണം അതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ കേസ്. കാരണം ഞാനിവിടെ 4.5 മാസത്തോളം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഇതുവരെ 4 മാസം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നമുക്കെല്ലാം പോസിറ്റീവായിട്ട് പറയാനുള്ളൂ. ഏത് രീതിയാണെങ്കിലും ഞങ്ങളെ നേഴ്സുമാരാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതുപോലെ നമ്മളോട് നിൽക്കുന്നത്. നമുക്കൊരു ഒരുപാട് മാനസിക പ്രശ്നം, ഡിപ്രഷൻ അങ്ങനെ ആ രീതിയിലൂടെയായിരുന്നു പോകുന്നത് നമുക്ക് എപ്പോഴും ഓരോ സ്കാനിങ് കഴിയുമ്പോഴും. പക്ഷേ എന്നാലും എല്ലാവരും ഓരോന്ന് പറയുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വെറ്റി മേഡം, എനിക്കത് ഒരിക്കലും മേഡത്തെ മറക്കാൻ പറ്റത്തില്ല. അത് ട്വിൻസ് ആയിരുന്നു, ഒരു ബോയും ഗേളും. അപ്പം ഇച്ചിരി പ്രിമച്ചറായിരുന്നു, ആൻഡ്രോയിഡ് ആയിരുന്നു. ഒരാൾക്ക് 921, ഒരാൾക്ക് 175 ആയിരുന്നു. അങ്ങനെ NICUലായിരുന്നു ഏകദേശം 8-9 ദിവസത്തോളം. അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങളുടെ കയ്യിൽ തരുന്നത്. ആ സമയത്തും ഫീഡ് ചെയ്യാൻ പോകുമായിരുന്നു അവള്, ഞങ്ങൾ കാണാൻ പോകുമായിരുന്നു. NICയിലെ സ്റ്റാഫാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ അവർ നോക്കുന്നത്. നമുക്കതിൽ ഒരു പേടിയൊന്നും വേണ്ട. ഞാൻ ഫീഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമുക്കറിയാം അവരുടെ കുഞ്ഞുങ്ങളെ കളിപ്പിച്ച് സംസാരിക്കുന്ന പോലെയാണ് അവർ ആ കെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു അവിടെ ആണല്ലോ എന്തുവാ എന്നുള്ളൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ സമയാസമയം അവർ പാല് വേണ്ടപ്പോഴും എല്ലാം വിളിച്ച് പറയും. അപ്പം നമ്മളങ്ങനെ പോയി ചെയ്യും. പ്രത്യേകിച്ച് വെറ്റി മേഡം എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ അഡ്വാൻസായിട്ട് വിളിച്ച് പറയും, ഇതുപോലെ കാര്യമുണ്ട്. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞാൻ ആരോടാണെങ്കിലും ഇങ്ങനെ പ്രഗ്നൻസി നോക്കുന്നവരോട് ഇവിടെ പറയും, വെറ്റി മേഡത്തെ തന്നെ പറയും. അറിയാത്തവരോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഡോക്ടറിനെ പറ്റി. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇടപെട്ടതും എല്ലാം. അതുകൊണ്ട് എല്ലാവരോടും നല്ല സ്നേഹവും സന്തോഷവും, എല്ലാവരോടും ഒരു പ്രത്യേക ബഹുമാനവും ഉണ്ട്.